ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോയിൽ ഇന്ത്യയുടെ വിന്നിങ് മൊമെൻ്റാണ്. ഇന്ത്യ ഇന്നലെ 2020 വേൾഡ് കപ്പ് ഫൈനൽ വിന്നറായി. ഇത് മൂന്നാമത്തെ വിന്നിങ് ആണ്. ഫസ്റ്റത്തെ വിന്നിങ് വന്നിട്ട് ധോണിയായിരുന്നു. 2007 ആ കാലഘട്ടത്തിലായിരുന്നു ഫസ്റ്റത്തെ 2020 വിന്നിങ്. ഈ സമയം വരെയും മറക്കാനാവാത്തൊരു ഓർമ്മ തന്നെയാണ്. കാരണം അന്നത്തെ സമയത്തിൽ അത് തുടങ്ങിയ സമയമായിരുന്നത്. ആദ്യം അത് 2020 തുടങ്ങിയ ടൈമിൽ ആദ്യത്തെ വിന്നിങ് മൊമെൻ്റ് തന്നെ ഇന്ത്യ അടിച്ചത് വളരെ ത്രില്ലിങ് മാച്ചായിരുന്നു. അതിൻ്റെ ഫൈനൽ ഓവർ ഇപ്പോഴും ആളുകൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ തന്നെയായിരുന്നു. മറ്റുള്ള ക്രിക്കറ്റുകളൊന്നും കണ്ടില്ലെങ്കിലും 2007 വേൾഡ് കപ്പ് ആ വിന്നിങ് മൊമെൻ്റ് ഡെഫിനറ്റായിട്ട് എല്ലാവരും ഈ സമയം വരെ നോക്കിയിരിക്കുന്നതിൻ്റെ കാര്യത്തിൽ സംശയമില്ല. പിന്നെ അതിൽ വന്നിട്ട് വലിയ സച്ചിൻ, സെവാഗ് അവരൊന്നും സെവാഗ് ഉണ്ടായിരുന്നു. സച്ചിന് ആ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല. സച്ചിനോട് കൂടി 2010 ഏകദേശമൊക്കെ ആയതോടുകൂടി സച്ചിനും അതുപോലെ വലിയ സീനിയർ താരങ്ങളൊക്കെ പുറത്ത് പോയതോടുകൂടി ഇന്ത്യൻ ടീം കുറച്ച് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ കുറച്ച് റിസ്ക് ആയിരുന്നു. പുതിയ ആളുകൾ വരും, അവർക്ക് മറ്റുള്ളവർ ബോളേഴ്സിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റാതാകും. അങ്ങനെ പടിപ്പടിയായി ഇന്ത്യ കുറച്ച് ഡൗണിലായിരുന്നു ആ സമയം. കുറച്ച് കാലഘട്ടത്തിൽ 2010 ആ സമയങ്ങളിൽ കുറച്ച് പിന്നീട് വീണ്ടും മുകളിലോട്ട് കയറി ഇപ്പോൾ ഇന്ത്യനെ തകർക്കാൻ പറ്റാത്തൊരവസ്ഥയായി. മറ്റുള്ള ഏതൊരു ടീമിനിപ്പോൾ ഒരു കളിയിൽ പോലും തോൽക്കാതെയാണ് ഇപ്പോൾ ഫൈനൽ വരെ എത്തി കപ്പ് അടിച്ചിട്ടുള്ളത്. നല്ലൊരു ഓപ്പോസിറ്റ് ടീം ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ആസ്ട്രേലിയ ഒരു ഘട്ടത്തിൽ ഭയങ്കര ഒരു ടീമായിരുന്നു. അവരൊന്ന് അറ്റാക്ക് ചെയ്ത് ജയിക്കണം എന്നുണ്ടെങ്കിൽ വളരെ കഷ്ടം തന്നെയായിരുന്നു. അവരോടൊപ്പം ഒരു കളി ജയിക്കുന്നതിന് വലിയ സന്തോഷം, ആനന്ദമായിരുന്നു എല്ലാവർക്കും. പിന്നെ ഫൈനലിലേക്കൊക്കെ എത്തുന്നത് വളരെ അപൂർവമായിരുന്നു. ആസ്ട്രേലിയനെ ഏത് കളി എടുത്താലും, 2020 എടുത്താലും, വേൾഡ് കപ്പ് എടുത്താലും, മറ്റു സീരീസുകൾ എടുത്താലും ഒക്കെ അതിൽ ആസ്ട്രേലിയ ആയിരിക്കും വിന്ന്. അവരുടെ ഓപ്പോസിറ്റായി ടീം ഉള്ളത്, നല്ലൊരു ടീം എന്നുള്ളത് ശരിക്കും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ അവരുടെ സീനിയേഴ്സ് താരങ്ങളും റിക്കി പോണ്ടിങ് ആയാലും, ഹൈഡന്, ഗിൽക്രിസ്റ്റ് അവരുടെ ഏജ് ഔട്ടായി, അവർ പുറത്ത് പോയി. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആസ്ട്രേലിയ ഒന്നും ഒരു നല്ലൊരു ടീം എന്ന് പറയാനില്ല. ആസ്ട്രേലിയ ആയാലും ശരി, ശ്രീലങ്ക ആണെങ്കിലും, വെസ്റ്റ് ഇൻഡീസ്, അവരൊക്കെ ഇപ്പോൾ നല്ലൊരു ബോളേഴ്സ്, പാകിസ്ഥാനാണെങ്കിലും ശരി, നല്ലൊരു ബോളേഴ്സ്, നല്ലൊരു ബാറ്റ്സ്മാൻമാർ അവരൊന്നും ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാനേ പറ്റില്ല. ഇപ്പോൾ നല്ലൊരു ടോപ്പ് ടീം എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ്. ഇന്ത്യൻ്റെ ഇപ്പോൾ വന്നിട്ട് ചില സമയത്ത് അതിൻ്റെ കോച്ച് മാറും, ചേഞ്ച് ആവും, അതിൻ്റെ ഡയറക്ടർ മാറും. അങ്ങനെ ഒരുപാട് ആളുകൾ ചേഞ്ച് ആയാലും നല്ലൊരു ലീഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് എന്തായാലും ഇത് വിന്നിങ് മൊമെൻ്റൊക്കെ സ്വതന്ത്രമായിട്ട് എടുക്കുക എന്നുള്ള ഉറപ്പാണ്. ഇന്നത്തെ വിന്നിങ് മൊമെൻറ്റിൻ്റെ ക്യാപ്റ്റൻ ആദ്യമായിട്ടാണ് ക്യാപ്റ്റൻസി. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് വേൾഡ് കപ്പ് 2020 ആണ്. അതിൽ തന്നെ അദ്ദേഹം വിൻ ചെയ്തത് തന്നെ വലിയ ഭാഗ്യം തന്നെയാണ്. നല്ലൊരു ക്യാപ്റ്റൻ തന്നെയാണ്. എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് എല്ലാവരുടെയും കമ്പനിയായി, എല്ലാവരോടും നല്ല സൗഹൃദം സ്ഥാപിച്ചിട്ടുള്ള ഒരു സംസാരം, നല്ലൊരു രീതിയിലുള്ളൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഒരു ക്യാപ്റ്റൻ കൂടിയാണ് നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെത്. അതിൽ പ്രധാനമായും ഇപ്പോൾ ഫൈനലിൽ മെയിൻ കാരണമായത് കേരളത്തിൻ്റെ അഭിമാന താരമായ സഞ്ജു സാംസൺ തന്നെയെന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ഹാറ്റ്സ് ഓഫ്. സഞ്ജു സാംസണിനെ കുറിച്ച് നമ്മൾ എത്ര പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ മതിയാവില്ല. അത്രമാത്രം അദ്ദേഹം ഒരുപാട് ത്യാഗങ്ങളൊക്കെ സഹിച്ചിട്ടാണ് ഈ ക്രിക്കറ്റ് ഫീൽഡിൽ നിന്നുകൊണ്ടിരിക്കുന്നത്. നല്ല കഴിവുണ്ടായിട്ടും ഒരവസരം കിട്ടാതെ നല്ല നോർത്ത് ഇന്ത്യക്കാർ അതുപോലെ ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്തിട്ടും അങ്ങനെ റെക്കമെൻഡിലൂടെയൊക്കെ കയറുന്ന ആളുകളാണ് അധികം ക്രിക്കറ്റിലേക്ക്. സഞ്ജു സാംസൺ സാധാരണപ്പെട്ട ഒരാൾ, പ്രത്യേകിച്ച് കേരളം എന്നുള്ളത് തന്നെ കേന്ദ്രത്തിന് ഒരു നെഗറ്റീവ് മാർക്കുള്ള സംസ്ഥാനമാണ്. അപ്പോൾ ഈ ഒരു സംസ്ഥാനത്ത് നിന്ന് ഈ ഒരു ലെവലിന് അദ്ദേഹത്തിൻ്റെ പേരും പ്രശസ്തി ഇപ്പോൾ ഉയർന്നുണ്ടെങ്കിൽ അദ്ദേഹം ഹാർഡ് വർക്ക് തന്നെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം.